പൾസർ സുനി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ലോകം മൊത്തം മലയാളിയുടെ മുമ്പ് പ്രചരിപ്പിച്ച ഫോട്ടോ എന്റെ ഫോട്ടോ. ഹലോ ചേച്ചി. ഹലോ ചേച്ചി, ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. കുറെ പേർക്ക് ഒരു വിചാരമുണ്ട്, ദിലീപിനെ അങ്ങ് തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം തീർന്ന് സമാധാനാവും. എന്നാൽ സത്യത്തിന്റെ പിന്നാലെ പോകാനോ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാനോ ആർക്കും വയ്യ. കുറെ പേരങ്ങ് പറയുന്നുണ്ടല്ലോ, നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണ്, ദിലീപിനെതിരാണെന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പം നിന്നോ. പക്ഷെ ദിലീപിനെതിരാണെന്ന് പറയുന്നവരടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ദിലീപ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് തെളിവാണ് ഉള്ളത്? കോടതി ഉൾപ്പെടെ ദിലീപിനെ വെറുതെ വിട്ടു. പക്ഷേ ഈ പൾസർ സുനി എന്ന് പറയുന്നവനല്ലേ ദിലീപിന്റെ ഒക്കെ പേര് പറഞ്ഞത്? അതുപോലെ പലരും ആണല്ലോ ദിലീപിന്റെ പേര് പറഞ്ഞത്. തെളിവായിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. എന്നാൽ അതേപോലെ തന്നെ മാർട്ടിൻ എന്ന് പറയുന്ന രണ്ടാം പ്രതിയായിട്ടുള്ളവൻ ഈ ഒരു വിഷയത്തിൽ ലാലാണ് മെയിൻ, ലാലിന്റെ മകനും ലാലിനും അടക്കം പങ്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അന്വേഷണം ലാലിലോട്ട് പോകുന്നില്ല, ലാലിന്റെ മകനിലോട്ട് പോകുന്നില്ല? മഞ്ജു വാര്യറിന് അടക്കം പങ്കുണ്ട്, മഞ്ജു വാര്യറിന് മുംബൈയിൽ ഫ്ലാറ്റ് കിട്ടി, ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതേ പ്രതികൾ തന്നെയാണല്ലോ ദിലീപിന്റെ പേരും പറഞ്ഞത്. ഇതേ അവന്മാര് തന്നെ ഇതേപോലെ യുവമാരെ പേരും പറയുമ്പോൾ എന്തുകൊണ്ട് അന്വേഷണം ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നില്ല? അതാണ് എന്റെ ഒരു ചോദ്യം. അതുപോലെ ഒരു ജോർജ് സാറിന്റെ പേരും, അതായത് ആ സമയത്തുള്ള അവിടെയുള്ള ഒരു പോലീസുകാരന്റെ പേരും പറയുന്നുണ്ടായിരുന്നു. ജോർജ് സാറ് ആണ് ഇതിന്റെ മെയിൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു പ്രതി. അവൻ ആ ജോർജ് സാറിന്റെ പേര് പറഞ്ഞിട്ടും എന്തുകൊണ്ട് അന്വേഷണം ജോർജ് സാറിലും പോകുന്നില്ല? പോലീസുകാര് എല്ലാം കൂടി നേരെ ദിലീപിലോട്ട് അങ്ങ് പോയി. ദിലീപാണ് കുറ്റക്കാരനെന്ന് അങ്ങ് സ്ഥാപിച്ചു. അങ്ങേരെ പിടിച്ചോണ്ട് ജയിലിലിട്ടു. ഓക്കെ, ദിലീപാണ് കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കപ്പെടണം. മറിച്ച് നാളെ ദിലീപ് അല്ല കുറ്റക്കാരനെന്ന് തെളിഞ്ഞു കഴിഞ്ഞ് മറിച്ച് വേറെ ഏതെങ്കിലും വലിയ തലതൊട്ടപ്പന്മാരാണ് അല്ലെങ്കിൽ മറ്റ് ചിലരാണ് കുറ്റക്കാരെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദിലീപിനെ കല്ലെറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? പോട്ട് ദിലീപല്ല, ദിലീപിനെ നമ്മളെല്ലാരും കൂടി ക്രൂശിച്ചതിന് തെറ്റുപറ്റി മാപ്പ്, തീർന്നാ? ഇത്ര തന്നെ തീർന്നാ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവിടെ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നതല്ല പ്രശ്നം. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ഇവിടെ ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധിച്ചു. ആ സ്ഥിതിക്ക് അവിടെ ആരാണ് വരുന്നത്? എവിടെ ദിലീപ് നിരപരാധിയാണെങ്കിൽ ആ സ്ഥാനത്ത് ആരാണ് വരേണ്ടത്? അതാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. എന്നാൽ പകരം എല്ലാവരും കല്ലെറിയാൻ തിടുക്കവും മിടുക്കും കാണിക്കുന്നത് ദിലീപിനെയാണ്. ദിലീപ് തന്നെ എന്ന് കല്ല് പറക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് ഇതിന്റെ അന്വേഷണം CBIയിലോട്ട് പോകണമെന്നും ഇത് തക്കതായ രീതിയിൽ അന്വേഷിച്ച് ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ അറിയുന്ന സമയത്തെ ഈ ജനങ്ങളെല്ലാം വായും പൊളന്ന് നിൽക്കും. ദൃശ്യത്തില് കോടതിയിൽ നിൽക്കുന്ന സമയത്ത് വക്കീല് ലാലേട്ടനെ തിരിഞ്ഞ് വായും പൊളന്ന് നോക്കുന്നത് പോലെ ഒരു വിധി ചിലപ്പോൾ വന്നേക്കും. ഇതിന്റെ സത്യാവസ്ഥ എല്ലാം ഉൾട്ടയടിച്ച് തിരിഞ്ഞു മറിഞ്ഞേക്കാം. ഇവിടെ വേറൊരു വിഷയം കൂടിയുണ്ട്. എങ്ങനെയാണ് നടി ആക്രമിക്കപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചത് വരെ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. ആ സമയത്തുണ്ടായിരുന്ന റിട്ടയർ ആയ ഒരു പോലീസുകാർ പറയുന്ന കാര്യങ്ങൾ അടക്കമുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഐശ്വര്യമായിട്ട് ശാന്തിവിള ദിനേശിൽ നിന്നും തന്നെ തുടങ്ങാം. അദ്ദേഹത്തോട് എനിക്ക് ചില വിഷയങ്ങളൊക്കെ എതിർപ്പുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ ചിരിച്ച് വല്ലാണ്ടായിട്ടുണ്ട്. നമ്മുടെ മൊട്ടച്ചേട്ടൻ ഡ്രോൺ പറത്തി കളിച്ചില്ലേ ദിലീപിന്റെ വീട്ടിന്റെ മുകളിൽ കൂടി, അതിനൊരു നല്ല കലക്ക മറുപടി അങ്ങനെ കൊടുക്കുന്നുണ്ട്. കണ്ടുനോക്കാം. ഒരാളുടെ സ്വകാര്യതയുടെ ലംഘനമല്ലേ എന്ന് ചോദിച്ചാൽ ലംഘനമാണ്. സത്യത്തിൽ ദിലീപ് അതിന്റെ പേര് കേസിന് പോവേണ്ടതാണ്. കാരണം അയാൾക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും വളർന്നു വരുന്ന ഒരു കൊച്ചുകുട്ടിയും ഓർമ്മ നശിച്ചു തുടങ്ങിയ ഒരു അമ്മയും ഒക്കെ ഉള്ളൊരു വീടാണ്, ഒരു കൂട്ടുകുടുംബമാണ് അയാളുടെ. ആ വീട്ടിന്റെ മേളിൽ അയാൾ കാറിൽ കയറാൻ വരുന്നത് ചിത്രീകരിക്കാനായിട്ട് അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ഡ്രോൺ പറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? എന്താ പറയുക, അയാൾ തയ്യാറെടുക്കുമ്പോൾ അയാളുടെ വീടിന്റെ മേളിൽ റിപ്പോർട്ടർ ചാനലിന് വേണ്ടിയാണ് ഈ ഡ്രോൺ പറക്കുന്നത്. എന്നെപ്പോലെ ഒരുത്തനായിരുന്നെങ്കിൽ, സത്യം പറയുകയാണ് ഞാൻ, അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്, സഭ്യതയില്ലാത്തതാണെന്ന് തോന്നരുത്. എനിക്ക് ഇതുപോലെ ഒരു അവസ്ഥ വരികയും എൻ്റെ വീട്ടിൻ്റെ മേളിൽ ഇതുപോലെ എൻ്റെ അനുവാദമില്ലാതെ ഡ്രോൺ പറന്നാൽ ഞാൻ അടിവസ്ത്രം പോലും ഇടാതെ ഇറങ്ങി വന്നിട്ട് മുണ്ട് പൊക്കി കാണിക്കുന്ന എടുത്തോ എന്ന് പറയും, ഉറപ്പായിട്ട് പറയും. കാരണം ലൈവ് പോവല്ലേ, ഈ ചെറ്റ പണി ചെയ്യുന്നവരുടെ ആയിരങ്ങൾ കാണട്ടെന്നേ. എൻ്റെ മാനത്തിന് അല്പ ക്ഷതമേറ്റാലും യവനെപ്പോലുള്ളവന്മാർ ഇനി അത് ചെയ്യരുത് എന്നാണ്. എന്തുകൊണ്ട് ദിലീപിന് കേസിന് പോകാൻ പറ്റില്ല? ഞാനൊരു കാര്യം പറയട്ടെ. ഈ മാധ്യമങ്ങൾ ഇവിടെ ഒരു കാലഘട്ടത്ത് സത്യസന്ധമായി വാർത്തകൾ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് നേരെ തിരിഞ്ഞു മറിഞ്ഞ് TRPക്ക് പിന്നാലെ ആയി. TRP ആണ് ഏറ്റവും വലിയതെന്നും വരുമാനവും പണവും
ഒക്കെയാണ് വലുതെന്നും ആരെയും ചെളിവാരി തേക്കാം, ആരെയും കുറ്റവാളിയാക്കി മാറ്റാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിലോട്ട് ഇന്ന് വാർത്താ ചാനലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരെയും കുറ്റക്കാരാക്കി മാറ്റുന്നു, പല ഇല്ലാത്ത കള്ളക്കഥകളും പറഞ്ഞുണ്ടാക്കുന്നു. ഇടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വേറെ ആരുടെയും CCTV കൊണ്ടുവച്ചിട്ട് അവര് പോയെന്ന് പറഞ്ഞുകൊണ്ട് വരെ മാധ്യമങ്ങൾ ഉൾട്ടയടിച്ച് തിരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പല കാര്യങ്ങളും ഇന്ന് മാധ്യമങ്ങൾ വഴി തെറ്റായ വാർത്തകൾ പുറത്തേക്ക് പൊക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് എല്ലാം ശരിയാണെന്ന് നമുക്ക് എങ്ങനെ അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കും? എന്റെ ചോദ്യമാണ്, ജെന്യുവനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് ആൾക്കാർ ഇന്നും വിശ്വസിക്കുന്നത് മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞു, മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ ആർക്കെങ്കിലും അറിയാവോ? മാധ്യമങ്ങൾ പറഞ്ഞത് വെച്ച് എല്ലാവരും പറയുന്നു ദിലീപാണ് കുറ്റക്കാരൻ. എന്നാൽ നമ്മൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ അറിയാവോ? നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന തെളിവുകളോ അതോ ഇതോ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവരും സ്ഥാപിക്കുന്നു ദിലീപാണ് കുറ്റക്കാരനെന്ന്. ഓക്കെ, ദിലീപാണ് കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ദിലീപ് അല്ല കുറ്റക്കാരനെന്ന് കോടതി തെളിയിച്ച സ്ഥിതിക്ക് അവിടെ ആ ഗൂഢാലോചനയിൽ ആരാണ് ഹെഡായിട്ട് നിന്നത്? ഇനി ഇന്നലെ മാർട്ടിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് അതിൽ മാർട്ടിൻ പറയുന്നു ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു നടിക്ക് സംഭവം ഉണ്ടായിട്ടില്ല, ഇതിന്റെ പിന്നിൽ ലാല്, മഞ്ജു വാര്യർ, നടിയൊക്കെയാണ് കളിച്ചതെന്നുള്ള രീതിയിൽ മാർട്ടിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കണ്ടേ? മാർട്ടിൻ ഇതിലൊരു പ്രതിയാണ്, അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടോ എന്ന് തക്കതായ രീതിയിൽ അന്വേഷിക്കണ്ടേ? പല തവണയായിട്ട് 2-3 വീഡിയോകൾ മാർട്ടിന്റെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും മാർട്ടിൻ പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം തന്നെയാണ് പറയുന്നത്. ഇതിൽ ദിലീപിന് പങ്കില്ല, ഇത് മറ്റൊരു ഗൂഢാലോചനയാണ്, ഇത് ലാലിനാണ് പങ്കുള്ളത് എന്നൊക്കെയാണ് മാർട്ടിൻ അടക്കം പറയുന്നത്. അപ്പൊ ആ സ്ഥിതിക്ക് ആ ഒരു രീതിയിൽ അന്വേഷണം പോണ്ടേ? അതല്ലേ അതിന്റെ ശരിയായ റൂട്ട്? മറിച്ച് പൾസർ സുനിയെ പോലുള്ള ഒരു പരമനാറി വന്ന് പറഞ്ഞത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് ദിലീപാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞ് നമ്മൾ ഇരുത്തുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഒരു പക്ഷേ ദിലീപ് അല്ല കുറ്റക്കാരനെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളല്ലേ അവിടെ രക്ഷപ്പെടുന്നത്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കരുതെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ലാലിന്റെ പേരടക്കം വളരെ വളരെ കറക്റ്റായിട്ടും അതുപോലെ ഒരു ജോർജ് സാറിന്റെ പേരും ഒരു വ്യക്തി പറയുന്നുണ്ട്, കേസ് അന്വേഷിക്കുന്ന ആ സമയത്തുള്ള ഒരു പോലീസുകാരൻ ഉൾപ്പെടെ. അപ്പൊ അതിലോട്ടൊക്കെ അന്വേഷണം പോണ്ടേ? പോവാതെ എല്ലാം ദിലീപാണെന്ന് പറഞ്ഞ് നാട്ടുകാർ ചെളിവാരി അടിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എല്ലാവരും ദിലീപിന്റെ പേര് പറയുന്നത്? എന്തെങ്കിലും തെളിവ് കയ്യിലുണ്ടോ ദിലീപാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് നിന്നതെന്നൊക്കെ? ഇനി പൾസർ സുനിയുടെ കേസിലോട്ട് വരാം. അതിനു മുന്നേ ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം. മാർട്ടിന്റെ തന്നെയാണ്, കാറിന്റെ അകത്തിരുന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. മറ്റേ പെരുമനം വക്കീലിന്റെ പേജിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്, അതൊന്ന് കണ്ടു നോക്കാം. റൈസി ഗോപാലൻ ഫിലിം നടക്കുമ്പോൾ ദിലീപ് പുഴയിലേക്ക് ചാടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനിൽ ദിലീപ് പുഴയിലേക്ക് ചാടിയപ്പോൾ ആർട്ടുകാർ റോപ്പ് ഇട്ട് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരാരും അതിന് തയ്യാറായില്ല. ലാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവർ ഇത് ഒഴിവാക്കുകയായിരുന്നു. എന്നിട്ട് മീൻ പിടിക്കാൻ പോണ വള്ളക്കാരാണ് ദിലീപിനെ അന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. അന്ന് ദിലീപിനെ വധിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചായിരുന്നു. അതിന്റെ ഒരു സത്യാവസ്ഥ എനിക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ അറിയണ കാരണമാണ് എന്നെ ഇതിൽ ഇത്രയും നാളെ ജയിലിൽ നിന്ന് ഇറക്കാണ്ട് ഇവര് ജയിലിൽ തന്നെ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. മാർട്ടിൻ പറയുന്ന ഈ വാക്കുകളിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് ഏതെങ്കിലും പോലീസുകാർ അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? അതിന്റെ പിന്നാലെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ആരോ എന്തോ പറഞ്ഞ് നമ്മൾ അതുപോലെ ചെയ്തു. ഇനി നടി ആക്രമിക്കപ്പെട്ടില്ല എന്നാണ് ഇവിടെ മാർട്ടിൻ പറയുന്നത്. എന്നാൽ പെട്ടിട്ടുണ്ടോ എന്ന് വൈദ്യപരിശോധന എന്തെങ്കിലും നടത്തിയോ? അതിനെ പറ്റിയിട്ട് അറിയത്തില്ല. എന്നാൽ അതിന്റെ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും മീഡിയക്കൊന്നും വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളിലായിരിക്കും നടക്കുന്നത്. എങ്കിലും അതിന്റെ റിപ്പോർട്ടോ കാര്യങ്ങളോ എവിടെയെങ്കിലും എന്തെങ്കിലും വന്നിട്ടുള്ളതായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയക്കുക, നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ പരിശോധന നടത്തിയിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിലും ആരോപണങ്ങൾ വരുന്നുണ്ട്. ആരോപണങ്ങൾ ആരൊക്കെയോ എവിടെയൊക്കെയോ കമന്റുകളിലും അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പരിശോധന നടത്തിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധന നടത്തണ്ടേ? അതല്ല അതിന്റെ ഒരു ട്രാക്ക്. പിന്നെ അന്ന് പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ അന്ന് എങ്ങനെയാണ് നടി ആക്രമിക്കപ്പെട്ടതെന്ന് ലാലിന്റെ കുടുംബക്കാരും പറഞ്ഞത് വെച്ചിട്ടുള്ള അറിവിലാണ് കേസെടുത്തതെന്നുള്ള രീതിയിലും അന്നുണ്ടായിരുന്ന ഓഫീസർ പറയുന്നുണ്ട്, റിട്ടയർ ആയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കൊടുക്കാം. അപ്പൊ മൊത്തത്തിൽ ഇവിടെ ആകെ മൊത്തം ചളവും കുളമായിട്ട് നിൽക്കുകയാണ്. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് അവര് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായ ഓരോ നാറികളും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അല്ലാതെ ആരെയും വെറുതെ വിടേണ്ടതല്ല. അതിപ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇനി ദിലീപിന്റെ പുതിയ സിനിമ ഇറങ്ങാൻ പോവാണല്ലോ, ബബ്ബബ്ബ. ഈ സിനിമയ്ക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. സിനിമ ആരും കാണാൻ പോവില്ല. കാണാൻ പോകാൻ പറ്റാത്തവന്മാരെ കാണാൻ ഒരുത്തനും ആരും അങ്ങോട്ട് നിർബന്ധിക്കുന്നില്ല.
ഒരുത്തന്റെ വീഡിയോ കേട്ടു വെക്കാം. അവൻ പറയണ കേട്ട് കഴിഞ്ഞാൽ അവൻ തന്നെയാണ് മറ്റതാണ് മറിച്ചതാണെന്ന്. കേട്ടു വെക്ക്. 18-ാം തീയതി ദിലീപിന്റെ ബബ്ബയുടെ റിലീസാണ്. അപ്പൊ സിനിമ കാണാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, പ്ലാൻ ഇല്ല. എന്തുകൊണ്ടാണ്? എന്നാൽ പോലും കാണാൻ താല്പര്യമില്ല. ഇല്ല. എന്തുകൊണ്ടാണ്? നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കോടതിയുടെ നടപടി അല്ലെങ്കിൽ കോടതിയുടെ വിധി ഒരു ശാശ്വതമല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേൽക്കോടതിയിൽ പോകുമ്പോൾ ദിലീപ് കുറ്റവാളിയാവാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പടം കാണാൻ താല്പര്യമില്ല. ദിലീപിൻ്റെ പടങ്ങൾ ആരും കാണരുതെന്ന് തന്നെയാണ്, ഒരു കുറ്റവാളിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ കേസ് വരുന്നതിന് മുമ്പുള്ള പഴയ ദിലീപിന്റെ ചിത്രങ്ങൾ കാണുന്നതിനോട് കണ്ടിരുന്നു. ആ സമയത്ത് ദിലീപ് കുറ്റാരോപിതനല്ല, അപ്പം നമുക്ക് കാണാൻ പ്രശ്നമില്ലല്ലോ. അല്ല, ആ സിനിമകൾ ഇപ്പൊ റീവാച്ച് ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാണണം എന്നുള്ളവർക്ക് കാണാം. ഇനിയുള്ള സിനിമകൾ, പുതിയ സിനിമകൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രം. എടാ, നീ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ആണെന്നുള്ള രീതിയിലാണ് നീ സംസാരിക്കുന്നത്. നിനക്ക് അതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? കോടതി വരെ വിധിച്ചു നിരപരാധിയാണെന്ന്. വെറും കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് ദിലീപ്. ദിലീപ് കുറ്റവാളി ആണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. വീണ്ടും പറയുന്നു, പക്ഷേ കുറ്റവാളി അല്ലെങ്കിൽ അങ്ങേര് എണ്ണിക്കരഞ്ഞു തീർത്ത ഓരോ ദിവസത്തിന്റെ കണക്ക് നമ്മൾ ഓരോരുത്തരും പറയേണ്ടി വരും, അല്ലേ? ആലോചിച്ച് നോക്ക്. ഇപ്പൊ നീ പറയുന്നുണ്ടല്ലോ ദിലീപ് കുറ്റക്കാരനാണെന്ന്. നിനക്കറിയാവോ ദിലീപ് കുറ്റക്കാരനാണെന്ന്? നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? കോടതി പോലും വെറുതെ വിട്ട കേസാണ്. അപ്പൊ നീ ഒന്ന് ആലോചിക്ക്. ഇനി ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം, തലച്ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ട് ചിന്തിക്കാണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്ക്. ഓക്കെ, ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആരാ? കേസ് റീഓപ്പൺ ചെയ്ത് ബാക്കി പുനരന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ട് നോക്കാൻ പറ. അല്ലാണ്ട് എല്ലാം കൂടി ദിലീപ് 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 എന്ന് പറഞ്ഞിരുന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. അത് ദിലീപ് ആണെങ്കിൽ അതും തെളിയണം. അതാണ് ചെയ്യേണ്ടത്. ദിലീപ് കുറ്റവാളി അല്ലെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ കുറ്റവാളി? അതാണ് ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് വിവരവും ബോധവും ഇല്ലാണ്ട് സംസാരിക്കാണ്ടിരിക്കും. ദിലീപ് കുറ്റവാളി എന്ന് നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടോ അതിന്റെ കയ്യിൽ? നീ ഉറപ്പിച്ചങ്ങ് പറയുകയാണല്ലോ. ഇതൊക്കെ മീഡിയയുടെ കളിയാണ്. മീഡിയ അങ്ങനെ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആ സാധനം ഇഞ്ചക്ട് ചെയ്തു. ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ജനങ്ങളുടെ മനസ്സിലേക്ക് മീഡിയ ഇഞ്ചക്ട് ചെയ്ത് ആ സാധനമാണ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നമ്മളെല്ലാവരും തിന്നുന്ന ചോറാണ്. കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ നോക്കുക. അല്ലാണ്ട് ദിലീപ് ദിലീപ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. ദിലീപ് പ്രതിയായതിന്റെ അടിസ്ഥാന രേഖ എന്താണെന്ന് വെച്ചാൽ ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതിയ കത്താണ്. സംഭവം നടന്ന് 5 മാസത്തിന് ശേഷം പൾസർ സുനി ഒരു കത്ത് ജയിലധികൃതർ എഴുതിയപ്പോൾ ആ കത്ത് ജയിൽ അധികൃതർക്ക് കൊടുക്കുന്നു. ജയിൽ അധികൃതർ അതുപ്രകാരം ഇയാളെ പ്രതിയാക്കുന്നു. ഇതിന്റെ കഥ എന്താ വെച്ചാൽ ജയിലിൽ 138-ാം വകുപ്പാണ് ചെക്ക് കേസ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വിപിൻ ദാസ് എന്ന പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതിയോട് ഈ ജയിൽ അധികൃതർ പറയാണ് പൾസർ സുനിക്ക് ഒരു കത്ത് എഴുതി കൊടുക്കണം എന്ന് പറയുന്നത്. പൾസർ സുനിക്ക് കത്ത് എഴുതി കൊടുക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ടാവും. അപ്പോൾ അതുപ്രകാരം വിപിൻ ദാസ് ഒരു കത്ത് എഴുതി കൊടുക്കുന്നു പൾസർ സുനിക്ക് എന്നാ പറയുന്നത്. ആ കത്ത് ജയിൽ അധികൃതർ കൊണ്ടുപോയി ഇയാളെ പ്രതിയാക്കുന്ന അടിസ്ഥാന രേഖ അതാണ്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ പൾസർ സുനിക്ക് എന്താ എഴുത്തും പോകാൻ അറിയില്ലേ? ഇനി അതല്ല, ഈ വിപിൻ ദാസോട്ട് പറയണമെങ്കിൽ ജയിലധികൃതർക്ക് റെക്കമെൻഡേഷൻ വേണോ? പൾസർ സുനിക്ക് നേരിട്ട് പറഞ്ഞ പോരെ? ഈ ജയിലധികൃതർ അവിടെ വന്നതിന്റെ ആ റെക്കമെൻഡിന്റെ ഉദ്ദേശം എന്താ? പൾസർ സുനി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. പക്ഷേ പൾസർ സുനി പറഞ്ഞു എന്ന് പറഞ്ഞാൽ കത്തെഴുതുന്നേ. ഇനി ഒന്നുകൂടി, പൾസർ സുനി പ്രതികടാണല്ലോ. പ്രതിയായ അയാൾക്ക് അറിയാലോ ഇതൊന്ന് കത്തെഴുതി കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന്. ജയിലിൽ നിന്ന് ഒരു കത്തെഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കത്ത് പുറത്തേക്ക് പോകണമെങ്കിൽ ജയിൽ അധികൃതർ വായിച്ചു നോക്കാണ്ട് പോവില്ല. അത് പൾസർ സുനിക്ക് അറിയാം. അങ്ങനെയുള്ള കത്ത് ഇതിൽ രഹസ്യങ്ങൾ ഒരിക്കൽ പോലും ഒരു പ്രതി എഴുതൂല സാധാരണയായിട്ട്. അങ്ങനെ എഴുതുകയാണെങ്കിൽ പ്രതിക്ക് അറിയാം എന്നെ കൊടുക്കുന്ന കത്താണിതെന്ന് അവർക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ, ദിലീപിനെ പ്രതിയാക്കണം എന്ന ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ പൾസർ സുനി അങ്ങനെ എഴുതുമോ? ദിലീപിന്റെ വാദം എന്ന് വെച്ചാൽ മുമ്പേ തന്നെ അയാളുടെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് ഐജിക്ക്. ആ കത്തിൽ പൾസർ സുനി എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വാദമുണ്ട്. അതുകൂടി പരിഗണിക്കുമ്പോൾ ഈ ഗൂഢാലോചനയെ പറ്റി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജയിലിലെ റൂൾ പ്രകാരം ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഫോൺ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ പൾസർ സുനിക്ക് ദിലീപിനെ ഫോൺ ചെയ്താൽ പോരെ? കുറച്ചും കൂടി സേഫ് അതല്ലേ? അതുകൂടാതെ ഒരു കത്തെഴുതേണ്ട ഉദ്ദേശം നമുക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. അതുകൊണ്ട് പൾസർ സുനി സ്വന്തം ജീവിതം കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇങ്ങനൊരു കത്തെഴുതണമെങ്കിൽ അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കും. അതും ജയിൽ ഉദ്യോഗസ്ഥന സാന്നിധ്യത്തിലായിരിക്കാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കാരണം വെച്ചാൽ ബിബിനോട് പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥനല്ലേ, അപ്പോൾ അദ്ദേഹം പ്രസൻസോടെ ഉണ്ടാവണമല്ലോ. ആ കണ്ടീഷൻ പറയുമ്പോൾ ആ അവസ്ഥയാണ് നോക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതാണ്. ഇങ്ങനെ നോക്കിയാൽ ദിലീപിന്റെ വാദങ്ങൾക്കായിരിക്കും സ്വാഭാവികമായിട്ടും കോമൺ സെൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുക. കറക്റ്റ് അല്ലേ? അങ്ങനെ പറഞ്ഞ 100% കറക്റ്റ് അല്ലേ ഈ കാര്യങ്ങള്?
ചിന്തിക്ക്, തലച്ചോറ് വെച്ച് ചിന്തിക്ക്. ഈ പൾസർ സുനി എന്ന് പറയുന്ന നാറി ഒരു കത്ത് ദിലീപിന് എഴുതുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആ കത്ത് അവിടെ അവർ വായിച്ചിട്ടേ പുറത്ത് വരത്തുള്ളൂ. അത് അവനും അറിയാം. അങ്ങനെയാണെങ്കിൽ അവനെ കൊണ്ട് ആ കത്ത് എഴുതിപ്പിച്ചതാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നല്ല ഒന്നാന്തരം ഗൂഢാലോചന അല്ലേ? അപ്പൊ ഇതിന്റെ പിന്നിൽ കളിച്ചതാരാ? വേറെ വലിയ ടീമുകളാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ ഉയർന്നു വരുന്ന പേര് ആരുടെയെന്ന്. ഈ ടീമൊക്കെ നല്ല പോലെ പെടും ഇതിന്റെ അകത്ത്. മാർട്ടിൻ വന്നിട്ട് ലാലിന്റെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടാ. അതുകൊണ്ട് ഒന്ന് തയ്ച്ചു വച്ചോ. സത്യം ജയിക്കും, കുറച്ച് താമസിച്ചാലും. പക്ഷെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ അതൊരിക്കലും ഇനി തിരിച്ചു കിട്ടത്തില്ല. ദിലീപ് ഇവിടെ നിരപരാധി ആണെങ്കിൽ അങ്ങേരോടെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് മലയാളികൾ ഈ കാട്ടിക്കൂട്ടി എന്ന് പറയേണ്ടി വരും. എന്തായാലും സത്യം ജയിക്കട്ടെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഒരു മേഡം പറയുന്നത് കേട്ടു നോക്കാം. അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്, ദിലീപ് ജയിലിലൊക്കെ കിടന്ന സമയത്ത്. കേട്ടു നോക്കാം. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കാര്യമാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ ഞാൻ ആ പെണ്ണിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. ടിൽ ഈ ദിലീപിനെ ഞാൻ കാണുന്നത് വരെ, ജയിലിൽ ഇങ്ങനെ അവശ നിലയിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞ് അതിനെപ്പറ്റി സംസാരം കേട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. പിന്നെ ആളുകളോട് ചോദിച്ചു, ഞാൻ കേസ് പഠിച്ചു, അതിന്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലായി. ഒരു DGP തന്നെ പറയുന്നു അത് ഞങ്ങൾ തെളിവിന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസ് എന്ന് പറയുന്നു. അൺബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ പുറകിലുള്ള ആൾക്കാർ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, ഇതെല്ലാം ഇപ്പൊ ക്ലിയർ ആണ്. അതെ, കറക്റ്റാ. അതൊന്നും വേറെല്ലാത്തടത്ത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. ഇവിടെ ഇപ്പം ദിലീപിനെ അങ്ങ് തീർക്കണം. ദിലീപിനെ തൂക്കി വന്നു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരുടെയും പ്രശ്നം അങ്ങ് തീരും. മനസ്സിലായോ? ഇത് മീഡിയക്കാർ ആദ്യമേ അടിച്ചടിച്ച് ദിലീപ് എന്നുള്ള സാധനം തലയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മലയാളികളുടെ ഇടയിൽ. അവർക്ക് അതുകൊണ്ട് തന്നെ വിധി വന്നപ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ ദിലീപിനോട് ഒരു വെറുപ്പും ദേഷ്യവും ഉണ്ടായിരുന്നു, ദിലീപാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. പെട്ടെന്ന് വിധി ഇങ്ങനെ മാറി മറിഞ്ഞപ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം തെളിയണമെന്നോ സത്യത്തിനൊപ്പം നിൽക്കണമെന്നോ അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ദിലീപ് അങ്ങ് തീരണം. അത് കഴിഞ്ഞ് അവർ ഓക്കെയാണ്. ദിലീപ് തീർന്നു കഴിഞ്ഞാൽ അവരും മനസമാധാനത്തോടെ ഇരിക്കും. അതാണ് അവരുടെ വിഷയം. ഈ പരിപാടി ചെയ്തെന്ന് പറയുന്ന പൾസർ സുനിക്ക് ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആർക്കും വലിയ ഇതൊന്നുമില്ല. പക്ഷെ ദിലീപിന് ശിക്ഷിച്ചില്ല. അതാണ് അവരുടെ ഒരു മാനസികാവസ്ഥ. അയ്യോ വല്ലാത്തൊരവസ്ഥ. ഇനി നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ഉണ്ടല്ലോ, ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് നിലപാട് 13 വേടനെ കേസിൽ വേടനെ സപ്പോർട്ട് ചെയ്തു. വേടന്റെ കേസും ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്ന പോയിന്റുമായിട്ട് വരുമ്പോൾ കമ്പയർ ചെയ്യേണ്ടി വരും. കാരണം കോടതി വിധിച്ചു വേടൻ നിരപരാധിയാണെന്നുള്ള രീതിയിൽ, അതുകൊണ്ട് കോടതി വിധിയെ മാനിക്കുന്നു. എന്നാൽ ഇവിടെ ദിലീപിന്റെ കേസ് വന്നപ്പോൾ കോടതി വിധിയെ മാനിക്കുന്നില്ല. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ നിലപാടെ മാറിപ്പോയി. കണ്ടുപോകാം. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതും കൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ചില കോടതി വിധികൾ സംശയം പ്രകടിപ്പിക്കുന്നത് കേൾക്കും. ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ വാദം നമ്മൾ മുഖവിലേക്ക് എടുത്താലുള്ള പ്രശ്നം വേടന്റെ കേസിൽ കോടതിയുടെ ചോദ്യം ചെയ്യലിനെ ഭാഗ്യലക്ഷ്മി ചേച്ചി എടുക്കും. ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും ഞാൻ ഇരട്ടത്താപ്പാട് ഭാഗ്യലക്ഷ്മി ചേച്ചി. കോടതി സംശയം പ്രകടിപ്പിച്ചാൽ വേടന്റെ കാര്യത്തിൽ സംശയം വേടനെ കോടതി വെറുതെ വിട്ടപ്പോൾ കോടതി ആഹാ, ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ ഓഹോ. ഇതാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി. ചേച്ചി എനിക്കൊന്നും പറയാനില്ല. നിങ്ങളൊക്കെ നല്ല ആൾക്കാരായിട്ട് ജീവിക്കാൻ ആദ്യം ശ്രമിക്കുക. നല്ല സത്യത്തിനോടൊപ്പം നിൽക്കാൻ നോക്ക്. അല്ലാണ്ട് ചുമ്മാ ഇവിടെ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ ഇപ്പൊ ഇവിടെ വന്നിട്ട് അതിജീവിതയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. നിന്നോ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇതുപോലെ തെളിയിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ നീതി ലഭിക്കാതെ പോയ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഇതിപ്പോ ഒരു ലൈം ലൈറ്റിൽ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ഒരു കേസ്. ഇതിലൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ 10 ആൾ അറിയും, എന്നെ 10 ആൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. പക്ഷെ നമ്മളെ പോലുള്ളവർ അങ്ങനെയല്ല. ഏത് കേസ് വന്നു കഴിഞ്ഞാലും എടുത്ത് സംസാരിക്കും. അത് വ്യൂവർഷിപ്പോ റീച്ചോ നോക്കിയിട്ടല്ല, നമ്മുടെ കണ്ണിൽ പെടുന്ന എല്ലാ കേസുകൾക്കും നമ്മൾ സംസാരിക്കും. പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ചേച്ചിമാര് വന്നിട്ട് ലൈം ലൈറ്റിൽ കത്തി നിൽക്കുന്ന കേസിൽ വന്നിട്ട് ചർച്ച നടത്തും. പറഞ്ഞതേ ഉള്ളൂ. കണ്ടപ്പോൾ എനിക്ക് അത്രയെങ്കിലും പറയണമെന്ന് തോന്നി കേട്ടോ ചേച്ചി. ഇനി മീഡിയക്കാരെ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച്
ദിലീപിനെ ഈ ഗതിയിലാക്കിയെന്ന് പറഞ്ഞ് മീഡിയയെ സപ്പോർട്ട് ചെയ്യുന്നു. മീഡിയ പറഞ്ഞതുപോലെ ദിലീപാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞ ഒരു സൈഡിൽ ആൾക്കാരുണ്ടല്ലോ. അതേ മീഡിയക്കാര് പണ്ട് പൾസർ സുനി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വ്യക്തിയെ പിടിച്ചിട്ട് പൾസർ സുനിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ വ്യക്തി പറയുന്നത് കേട്ടോക്കാം. പൾസർ സുനി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ലോകം മൊത്തം മലയാളിയുടെ മുമ്പ് പ്രചരിപ്പിച്ച ഫോട്ടോ എന്റെ ഫോട്ടോയാണ്. ഞാനും ആ മനുഷ്യനും ഒന്നിച്ചുള്ള ഫോട്ടോയാണ്. പൾസർ സുനിക്കൊപ്പം ദിലീപ് എന്ന് പറഞ്ഞ വ്യാപകമായിട്ട് റിയാസ്. ഈ വ്യക്തിയുടെ പേര് റിയാസ് എന്നെങ്ങാണ്ടാണ്. ഈ വ്യക്തിയും ദിലീപും ഒന്നിച്ച് നിൽക്കുന്ന ഏതോ ഫോട്ടോ വെച്ചിട്ട് ഇതാണ് പൾസർ സുനി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ആ തുടക്ക സമയത്ത് ആരാ ചെയ്തേ? മീഡിയക്കാരാ ചെയ്തേ. അതാണ് മീഡിയക്കാരുടെ ക്വാളിറ്റി. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ റീച്ചിനും TRPക്കും വേണ്ടിയിട്ട് ആരെയും പടുകുട്ടനെ എടുത്തടിക്കും. അന്ന് പൾസർ സുനി എന്ന് പറഞ്ഞ് ഈ വ്യക്തിയുടെ ഫോട്ടോയാണ് വിട്ടിട്ടുള്ള പുറത്ത്. ആ സമയത്ത് ഈ വ്യക്തി അനുഭവിച്ചിട്ടുള്ള മാനസികാവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കൂല. ജനങ്ങള് പൾസർ സുനി ഇവനാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പോയി. എന്നിട്ട് ഇവനല്ലേ പൾസർ സുനി, ഇവനാണെന്ന് അങ്ങോട്ടും പോയി. എന്നാൽ മീഡിയക്കാർ പറയുന്നത് അതേപടി വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരാണ് ഇന്നും ദിലീപിനെ ചെളിവാരി അടിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ സത്യം തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് ദിലീപാണ് കുറ്റവാളി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞാനും അംഗീകരിക്കാം. മറിച്ച് ദിലീപല്ല മറ്റാരെങ്കിലുമാണ് കുറ്റവാളി എന്ന് തെളിയണം. അതിനാണ് അന്വേഷണം വേണമെന്ന് പറയുന്നത്. തുടർന്ന് അന്വേഷണം വേണമെന്ന് പറയുന്നത്. മാർട്ടിനടക്കം വന്ന് ഇത്രയും ഗുരുതര ആരോപണം ലാലിന്റെ കുടുംബത്തിനും നടിക്കും എല്ലാവർക്കും ഉൾപ്പെടെ വച്ച് കൊടുത്തിട്ടും അതിന്റെ പിന്നാലെ ഒരു അന്വേഷണം പോകുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ജഗപൊകയായിട്ട് എനിക്കും ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാറുമുണ്ട്. ഇനി അവൾക്കൊപ്പം അവനെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാനൊരു ന്യൂസ് ക്ലിപ്പ് ഇവിടെ ഒന്ന് കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. അധിനായത്തിലെ ഈ ആദ്യ പേജുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദിലീപിനെതിരെ യാതൊരുവിധ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ പക്കലില്ലാതെയാണ് ഈ കേസ് ഇത്രയും കാലം എത്തിയത് എന്നുള്ളതാണ്. കേട്ടല്ലോ, അതായത് ദിലീപിനെതിരെ തക്കതായ ഒരു തെളിവുകളും ഇല്ല എന്നാണ് മറ്റേ സാമാനം വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നിട്ട് ഇത്രയും വർഷം ജനങ്ങളുടെയും നാട്ടുകാരുടെയും വായിലിരിക്കുന്ന മൊത്തം അങ്ങേര് കേട്ട് സത്യം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പോലും ഒരു മലരന്മാരും ശ്രമിക്കുന്നില്ല. ദിലീപാണ് കുറ്റവാളിയെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം. പക്ഷെ അല്ലെങ്കിൽ, അതാണ് എന്റെ ചോദ്യം, അല്ലെങ്കിൽ അതിനാണ് ഉത്തരം വരേണ്ട. മാർട്ടിൻ വന്നിട്ട് ലാലിന്റെ പേര് അടക്കം പറഞ്ഞ് ലാലാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ ഒരു അന്വേഷണം പോലും പോകുന്നില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോ ക്ലിപ്പ് ഓടുക. പൾസർ സുനി ഏതാണ്ട് ഒരു ഏപ്രിൽ മാസത്തിൽ ദിലീപിന് ജയിലിൽ നിന്ന് കത്തെഴുതുന്നുണ്ട്. അപ്പോൾ ആ കത്ത് കിട്ടിയ ശേഷം അത് ദിലീപിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്, ഒരു ഒളിച്ചു വെച്ച ഭീഷണി. ദിലീപേട്ടൻ പറഞ്ഞ പൈസ തന്നില്ലെങ്കിൽ എനിക്ക് മറ്റു വഴികൾ ആലോചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ കത്ത് കിട്ടിയ ശേഷം ദിലീപ് പോലീസിൽ പരാതിപ്പെടാതെ ദിലീപ് പൾസറുമായിട്ട് ബാർഗെയിൻ ചെയ്യാമെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ പിന്നീടാണ് പരാതിപ്പെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ദിവസങ്ങളിൽ ദിലീപ് പല വഴിക്ക് DGP ആയ ലോകനാഥ് ബെഹ്റയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ലോകനാഥ് ബെഹ്റയ്ക്ക് നേരിട്ട് ദിലീപ് തിരുവനന്തപുരത്ത് വെച്ച് ഡിങ്കൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് ലോകനാഥ് ബെഹ്റ എത്തുകയും അവിടെ വെച്ച് പരാതി കൊടുക്കുകയും ചെയ്തു. അതായത് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് സിനിമാ നിർമ്മാതാവ് രഞ്ജിത്ത് വഴി പരാതി കൊടുക്കുന്നുണ്ട്, ഇമെയിലായിട്ട് പരാതി അയക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ 4 തവണ ദിലീപ് പരാതി അയക്കുന്നുണ്ട്. ഇത് കൂടാതെ ഏതാണ്ട് 4-5 തവണ ദിലീപ് ലോകനാഥ് ബെഹ്റയെ ഫോണിൽ വിളിച്ചതിന്റെ കോൾ റെക്കോർഡ്സ് ആ സമയത്ത് ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഞാനത് മനോരമയിൽ തന്നെ അത് വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ വേർഷനിൽ ഇങ്ങനെ പൊരുത്തക്കേടുണ്ടായി അന്ന് തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ദിലീപ് ഇപ്പോൾ പറയുന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതെ, ഗൂഢാലോചന ആരുടെ ഗൂഢാലോചന എന്ന് ദിലീപ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് അതിനകത്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന, അന്ന് ഈ അന്വേഷണത്തെ മേൽനോട്ടം വഹിച്ച ADGP റാങ്കിൽ ഉണ്ടായിരുന്ന B സന്ധ്യയുടെ തന്നെയാണ് ഒരു നീക്കങ്ങളാണ് ഇതിൽ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. അത് ഗൂഢാലോചന എന്ന് പറയണോ, നടപടി ദൂഷ്യം എന്ന് പറയണോ, ക്രമക്കേടെന്ന് പറയണോ, എങ്ങനെ വേണമെങ്കിലും പറയാം അതിനെ. കാരണം അത് പോലീസിന്റെ ചരിത്രത്തിലെ വലിയൊരു ഒരു തട്ടിപ്പ് തന്നെയാണത്. ഇതൊന്നും ആരുടെയും കണ്ണിൽ പെടത്തില്ല, ഇതൊന്നും ആരും കാണത്തില്ല. ഇവിടെ ദിലീപിനെ ഫോക്കസ് ചെയ്ത് ദിലീപിനെ കുറ്റവാളി ആക്കാനുള്ള ശ്രമത്തിലാണ്, അല്ലെങ്കിൽ അതിനുള്ള ഓട്ടത്തിലാണ്, തത്രപ്പാടിലാണ് എല്ലാവരും. അല്ലാണ്ട് ഇതൊന്നും ആരും കാണില്ല, ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കില്ല. പൾസർ സുനി എന്ന് പറയുന്ന ഒരു ചെറ്റ ദിലീപിന് അവിടെ ഇരുന്നു കൊണ്ട് കത്തെഴുതുകയാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആലോചിക്കടേ, സാമാന്യ ലോജിക്ക് വെച്ച് ആലോചിക്കും. ജയിലിന്റെ അകത്ത് ഇരുന്നും കൊണ്ട് ഒരു പ്രതി ഇങ്ങനെ പുറത്ത് എനിക്ക് തരാനുള്ള പൈസ തരണം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് ദിലീപിനെതിരെ കേസെടുക്കാൻ മാത്രം വിവരദോഷികളാണ് നമ്മുടെ കേരള പോലീസ്. ആ ഒരൊറ്റ കത്ത് വെച്ചിട്ട് അത് നല്ല ഒന്നാം തരം പ്ലാൻഡ് സാധനമല്ലേ, കുടുക്കുക എന്നുള്ള ഒരൊറ്റ പ്ലാനിങ് അല്ലേ. ദിലീപ് ഏർപ്പെടുത്തിയ ആളാണ് പൾസർ സുനി എങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ദിലീപിനോട് പൾസർ സുനി ചെയ്യോ?
അപ്പോൾ പൾസർ സുനി ആരെ ഏർപ്പാടാക്കി? മാർട്ടിൻ പറഞ്ഞതാണോ സത്യം? ഇങ്ങനെ കുറെ അധികം സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. ചിന്തിക്ക്, ഇനിയെങ്കിലും ലോജിക് യൂസ് ചെയ്യും. എന്നെ തെറി വിളിക്കുന്നതിന് മുന്നേ അതുപോലെ അതിജീവിതയ്ക്ക് ഒപ്പം എന്ന് ഞാനും നിങ്ങളോടൊപ്പം നിന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ സത്യം തെളിയണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം തെളിയണം. ഇനി വേറൊരു ക്ലിപ്പ് കൊടുക്കാം, മാഡം പറയുന്നത്. ജയിൽ DGP എന്ന നിലയിൽ ആ ശ്രീലേഖ ദിലീപിന് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നത്. ദിലീപ് വളരെ പ്രശസ്തനായ സിനിമാ താരവും സ്വാധീനമുള്ളവനും ആയതുകൊണ്ട് പ്രത്യേകമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നു. പക്ഷെ അവിടെ ആലുവയിൽ പോയി നോക്കിയപ്പോൾ സബ് ജയിലിൽ കണ്ട കാഴ്ച വളരെ കരൾ അലിയിക്കുന്നതായിരുന്നു. ശരിക്കും അതിനുശേഷം ഞാൻ കുറച്ച് സൗകര്യങ്ങൾ ദിലീപിന് കൂടുതൽ ചെയ്ത് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. വെറും തറയിൽ ഒരു പായിട്ടിട്ട് കിടക്കുന്ന 3-4 പ്രിസണേഴ്സിന്റെ ഇടയിൽ കിടക്കുന്ന ദിലീപിനെ ഞാൻ ചെന്നിട്ട് ഞാൻ തട്ടി വിളിച്ചിട്ട് എണീക്കാമെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് എണീക്കാൻ പോലും വയ്യ. അയാൾ വിറക്കിയാണ് നടന്നിട്ട്. എന്നിട്ട് പിടിച്ച് എണീറ്റ് നിന്നിട്ട് അങ്ങ് വീണുപോയി. അപ്പൊ ആളെ കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ദിലീപാണോ അത് വേറെ ഏതെങ്കിലും ആളാണോ സംശയം തോന്നുന്ന രീതിയിൽ അത്ര വികൃതമായിട്ടുള്ള അരൂപാവസ്ഥയിലായിരുന്നു ആളെ നിന്നത്. അപ്പൊ എനിക്ക് മനസ്സലിയും. എനിക്കങ്ങനെയാണ് കഷ്ടകാലം കാണുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സലിയാറുണ്ട്. ഞാൻ അയാളെ പിടിച്ചോണ്ട് വന്ന് സൂപ്രണ്ടിന്റെ മുറിയിൽ ഇരുത്തിയിട്ട് അയാൾക്കൊന്നും കഴിക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ശബ്ദം സംസാരിക്കാൻ പോലും വയ്യ, ഇടറുന്നു. അങ്ങനെ ഒരു കരിക്ക് കൊടുത്തിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ദയയുടെ പുറത്ത് ഒരാളെ ഇത്രയധികം ദ്രോഹിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ആൾക്കൊരു പ്രത്യേക ഒരു 2 പായും കൂടെ ഇട്ട് ഒരു ബ്ലാങ്കറ്റും കൊടുത്ത് ചെവിയിൽ ഉള്ള ഇത് ചെയ്യാനായിട്ട് ഡോക്ടറെ വരുത്തി പരിശോധിപ്പിച്ച് ബാലൻസ് പ്രോബ്ലം ശരിയാക്കി അയാൾക്ക് ന്യൂട്രീഷണൽ ഫുഡ് പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പാണ് ഞാൻ ഈ അപവാദം കേട്ടത്. ഒരു സാധാരണ തടവുകാരനായിരുന്നെങ്കിൽ ഇതുപോലെ മനസ്സിലാകുമായിരുന്നു. തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാധാരണ തടവുകാർക്കും അവരതുപോലെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അവരന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർ കണ്ട കാഴ്ചകളും അവർ ചെയ്ത കാര്യങ്ങളുമാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതിപ്പോ കുറ്റവാളികൾ ആരായാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ നിരപരാധിയാണ് ദിലീപ് എന്ന് കോടതി വിധിച്ചിട്ട് പോലും ഇപ്പോഴും അത് തെറ്റായ വിധിയെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. നാളെ ദിലീപ് അല്ല ഇതിന്റെ പിന്നിൽ കളിച്ചത്, വേറെ ആരോ ആണ്. ആ ആള് അടക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, നിങ്ങളെല്ലാവരും കല്ലെറിഞ്ഞ ദിലീപ്, എനിക്കൊന്നും പറയാനില്ല, എറിഞ്ഞോ, വാരി എറിഞ്ഞോ, പക്ഷേ ആലോചിക്കും. എന്നെ തെറി വിളിക്കുന്നതിന് മുന്നേയും ചിന്തിച്ചൊന്ന് പെരുമാറാൻ ശ്രമിക്കും. വേറൊരു ക്ലിപ്പ് കൊടുക്കാം. എന്റെ സിനിമയിലെ നായികയായിരുന്നു ആ കുട്ടി. അവൾ എന്റെ ഒരു നല്ല അനിയത്തി കുട്ടി എന്ന് മാത്രമല്ല, അവളുടെ അച്ഛൻ 35 വർഷത്തെ എന്റെ സുഹൃത്തായിരുന്നു. പക്ഷേ ഈ മൊട്ടയരണ്ണ പോലെയൊക്കെയുള്ള പത്രപ്രവർത്തകന്മാർ കാണിക്കുന്ന ചെറ്റതരം ഉണ്ടല്ലോ, അതായത് ഇയാളെ തൂക്കിക്കൊല്ലണം, അയാള് ബാക്കി പൾസർ അടക്കമുള്ള മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരെല്ലാരും രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ ദിലീപിനെ എങ്ങനെ തകർക്കാമെന്ന് ആലോചിക്കുന്ന ഒരു വലിയ ടീം പത്രപ്രവർത്തന രംഗത്തും സിനിമാ രംഗത്തും ഉണ്ട്. അവരുടെ നെഞ്ചിലെ ഇറങ്ങണമെങ്കിൽ ഇയാളെ തൂക്കിക്കൊല്ലണം. സത്യം എങ്കിലേ ചിലവന്മാരുടെ നെഞ്ചിലെ കരിങ്കല്ലായിട്ടിരിക്കുന്ന കല്ല് പൊടിഞ്ഞളവത്തുള്ളൂ, അല്ലാണ്ട് ഇളവത്തില്ല. അല്ലാതെ ഈ കരിങ്കല്ലിൽ അവിടെ തന്നെ ഇരിക്കും. ഇനി നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് കേട്ടോക്കാം. ചലച്ചിത്രത്തിന്റെ മന്ത്രിയല്ല ഞാൻ, ചലച്ചിത്ര നടൻ എന്ന നിലയിൽ എന്റെ തൊഴിലാണ് സിനിമാഭിനയം. അത് വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്ത ഒരു മന്ത്രി, ഒരു MLA, ഞാൻ പറയുന്നത് ഏത് കോടതി വിധിയെയും നമ്മൾ മാനിക്കും. പിന്നെ ആ കോടതി വിധിയിൽ അപാകതയുണ്ട് എന്ന് സർക്കാരിന് തോന്നിയാൽ, പ്രോസിക്യൂഷന് തോന്നിയാൽ അപ്പീൽ പോകും എന്ന് നിയമമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എല്ലായ്പ്പോഴും ഉള്ള ഒരു കാര്യമാണ്. ഏത് കേസിന്റെ വിധി വന്നാലും അതിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരിയല്ല, പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകും. അതിന് യാതൊരു സംശയവും വേണ്ട, അപ്പീൽ പോകുമല്ലോ. അപ്പീൽ പോകുന്ന നമ്മുടെ നിയമമന്ത്രി പറഞ്ഞു, അദ്ദേഹമാണ് പറയാൻ ചുമതലപ്പെട്ട ആൾ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, അതിനകത്ത് ഇനി ആശങ്കപ്പെടേണ്ട കാര്യം. പിന്നെ ഏത് കോടതി വിധിയെയും സ്വീകരിക്കാനല്ലാതെ വിമർശിക്കാൻ ഒരു MLAക്കോ ഒരു മന്ത്രിക്കോ ഒരു ഭരണഘടനാപരമായ ചുമതല ഏറ്റെടുത്ത ആൾക്ക് കഴിയില്ല, പാടില്ല, ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയില്ല. കാരണം കോടതി വിധി മാനിക്കുക. ഇപ്പൊ എന്നെ പറ്റിയാണ് വിധി വന്നാലും ശിരസാ വഹിക്കുക എന്നുള്ളതാണ് ഒരു പൗരന്റെ ചുമതല. ഇന്ത്യയിലെ ഒരു പൗരന്റെ ചുമതല. കോടതി വിധികൾ നമ്മൾ പറയില്ല 4 എസ്റ്റേറ്റ് എന്ന് പറയും, 4 തൂണുകളാണ് എന്ന് പറയും. ജനാധിപത്യത്തിൽ 4 തൂണുകളാണ് എന്ന് പറയും. ആ 4 തൂണുകളിൽ കോടതി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പില്ലറാണ്. ആ ഒരു പില്ലർ പറയുന്നത് എന്തും അനുസരിക്കാൻ ഒരു പൗരൻ ബാധ്യസ്ഥനാണ്, കൃത്യമായി കോടതി വിധി അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. പിന്നെ അതിൽ 4ാമത്തെ തൂണും ബാക്കി 3 തൂണുകളും പറയുന്നതിൽ കാര്യമൊന്നുമില്ല. കോടതി പറയുന്ന അൾട്ടിമേറ്റ് വേർഡ്. അപ്പൊ കോടതി വിധികളെ മാനിക്കുക. അതിന് അപ്പീൽ പോകണം വേണ്ടെന്ന് തീരുമാനിക്കുന്ന പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ്സ് ആണ്, അവർ തീരുമാനിക്കും. അപ്പീലിന് പോകണം. അപ്പീലിന് പോയിട്ട് യഥാർത്ഥ കുറ്റവാളികളെ മുന്നോട്ട് കൊണ്ടുവരണം. മാർട്ടിൻ പറഞ്ഞതൊക്കെ ശരിയാവുമോ എന്നൊന്നും അറിയത്തില്ല, അവൻ പറഞ്ഞത് കള്ളാണോ എന്നും അറിയത്തില്ല. കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. പൾസർ സുനി പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ മലയാളികൾക്ക് എന്തുകൊണ്ട് മാർട്ടിൻ പറഞ്ഞതിൽ വിശ്വാസമില്ല? അറ്റ്ലീസ്റ്റ് മാർട്ടിൻ പറഞ്ഞതുപോലെ ലാലിലോട്ട് അന്വേഷണം പോവാനെങ്കിലും ദയവ് ചെയ്തിട്ട് മലയാളികൾ ഒന്ന് പറയണം. ദിലീപിനെ തൂക്കി തീർക്കണമെന്ന് പറയുന്ന അതേ മലയാളികൾ തന്നെ ലാലിലോട്ട് അന്വേഷണം പോകണമെന്നും ഒന്ന് പറയണം. മാർട്ടിൻ അത്രയും വലിയ കാര്യമായിട്ട് പറഞ്ഞതല്ലേ, ആ സ്ഥിതിക്ക് ഒന്ന് പറയാം. പൾസർ സുനി പറയുന്നതൊക്കെ വിശ്വസിച്ചല്ലോ, ആ സ്ഥിതിക്ക് മാർട്ടിൻ പറഞ്ഞതും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കുന്നതിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? ഒരു വിഷയമില്ല. ഇനി ലാൽ അദ്ദേഹം നമ്മുടെ ചോക്ലേറ്റ് പറഞ്ഞത് നമുക്കൊന്നുകൂടി കേട്ടു നോക്കാം. ആ കുട്ടി അന്ന് വീട്ടിലേക്ക് കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും
പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ പ്രതികളായിരുന്ന അന്ന് അവരെല്ലാവരും കൊന്നുകളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഞാൻ സന്തോഷവാനാണ്. ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ രേഖ കൂടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചു. ഗൂഢാലോചനയുടെ കാര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നതിനകത്ത് അർത്ഥമില്ലാന്ന് തോന്നുന്നു. കാരണം പൂർണ്ണമായിട്ട് അറിയാത്തൊരു കാര്യത്തെ പറ്റി അഭിപ്രായം പറയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിന് ഫോൺ ചെയ്ത് ഇവരെ അറിയിക്കുന്നത് ഞാനാണ്. അല്ലാതെ അത് പി.ടി. തോമസ് ഒന്നുമല്ല, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് പി.ടി. തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കപ്പോഴോ പി.ടി. തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ, എനിക്ക് അവന്റെ സംശയമുണ്ട്, എന്തോ അവന്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ലാൽ ഇവിടെ പറയുന്നത് മാർട്ടിനെ കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി, അവന്റെ അഭിനയം ശരിയല്ല. ഞാനൊരു നല്ല നടനായത് കൊണ്ടായിരിക്കും അവന്റെ അഭിനയം ശരിയല്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായത്. ഈ നടന്മാര് സാധാരണ അഭിനയിക്കല്ലേ ചെയ്യണത്, ആ സ്ഥിതിക്ക് ലാലണ്ണൻ ഇവിടെ അഭിനയിക്കുകയാണോ ചെയ്യുന്നേ? അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്കിട്ടേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അവന്റെ അഭിനയം ശരിയല്ലെന്ന്. അപ്പൊ അതായത് ലാലണ്ണ ഉദ്ദേശിക്കുന്ന അവൻ പറഞ്ഞ സത്യമല്ല, അവന്റെ അഭിനയമായിരുന്നു. ആ അഭിനയം ശരിയല്ലാത്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് ലാലണ്ണൻ പറയുന്നത്. കൊള്ളാം. എന്തായാലും മാർട്ടിൻ കുറച്ച് അഭിനയം കൂടുതൽ കാഴ്ചവെച്ചു ആരോപണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്മഗ്ലിംഗ്, ഗോൾഡ്, മറ്റത് മറിച്ചത് തിരിച്ചതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ലാലണ്ണന്റെ ഒരു എക്സ്പ്ലനേഷൻ, ലാലണ്ണന്റെ ഞെട്ടിക്കുന്ന പ്രതികരണവുമായി ആർക്കെതിരെ? മാർട്ടിനെതിരെ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു പ്രതികരണം ഉടനടി ഉണ്ടാവട്ടെ, ഉടനടിയെ തന്നെ ഉണ്ടാവട്ടെ. സത്യം ജയിക്കട്ടെ. വീണ്ടും അത് തന്നെയാണ് ഞാൻ പറയുന്നത്, സത്യം ജയിക്കട്ടെ. ചുരുൾ അഴിയാതെ കിടക്കുന്ന പല രഹസ്യങ്ങളും അഴിഞ്ഞു പുറത്തു വരട്ടെ. ഇതിന്റെ പിന്നിൽ കളിച്ച പോലീസുകാരായിക്കോട്ടെ, വലിയ വലിയ പാർട്ടി പ്രവർത്തകരായിക്കോട്ടെ, വലിയ വലിയ നടന്മാരായിക്കോട്ടെ, ആരായാലും എല്ലാവരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന് സത്യം തെളിയട്ടെ. അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ. നീതി കിട്ടേണ്ട അതിജീവിതയാണെങ്കിൽ നീതി കിട്ടണം. മാർട്ടിൻ ഇന്നലെ പറഞ്ഞത് വേറെ ലെവൽ സാധനങ്ങളാണ്. അതിജീവിതയെ കുറിച്ച് പറഞ്ഞത് കേട്ടല്ലോ, അതുവരെ കള്ളമെന്നാണ് മാർട്ടിൻ പറഞ്ഞു വെക്കുന്നത്. അറിയില്ല. ഇനി വേറൊരു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കേസ് ഇതിന്റെ ഇടയിൽ കൂടി പറന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ പൾസർ സുനിയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ട്. ആ കൂട്ടുകാരിയും മറ്റൊരു ലേഡി സംസാരിക്കുന്ന ഒരു സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ ചേച്ചി. ഹലോ ചേച്ചി, ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു ലക്ഷ്മി. ഞാൻ അതിന്റെ പിന്നാലെ ഏതാന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ വേറൊരു വഴിക്ക് അറിയാൻ നോക്കിയപ്പം അത് മനസ്സിലായത് അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലായത്. എന്ത് ട്രാപ്പാ ചേച്ചി? അങ്ങനെ അത് ചെയ്യോ? അങ്ങനൊന്നും ചെയ്യില്ലെന്നാ എന്നെ ഇന്നലെ ഇല്ല. അതാണ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് തന്നെയാണ് എന്റെ വിശ്വാസം ലക്ഷ്മി. കാരണം എന്താ വെച്ചാൽ 100% എന്റെ വിശ്വാസവും അത് തന്നെയാണ്. പക്ഷെ ഇത് വേറെ ഏതോ ഒരു നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട്. ന്യൂസൊക്കെ വേറെ രീതിയിലാണല്ലോ പറയണവര്. ആണ് സംഭവം. ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാട്ടക്കേസാണ്, അല്ലാണ്ട് സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മൾ ഇതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടക്കേസാണ്. പക്ഷെ ഞാനിത് വേറെ ആൾക്കാരെ ത്രൂ ചോദിച്ചപ്പോ ഇത് ഒരു ട്രാപ്പാണ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇത് കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് ഇറക്കി എന്ന് പറയുന്നത് തന്നെ കേൾക്കുമ്പോ തന്നെ അത് ട്രാപ്പാണ് മനസ്സിലാവും. ഒരാളുടെ വീടിന്റെ മുമ്പിൽ കൊണ്ട് ഇറക്കില്ല. അപ്പൊ ഇത് വേറെ രീതിയിലുള്ള ട്രാപ്പാണ് എന്നുള്ളതാണ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല എന്റെ അടുത്ത്. ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും നല്ല രീതിയിൽ വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. ഇതൊക്കെ അറിയില്ലാണ്ട് പുലിവാലകളിൽ ചെന്ന് ചാടരുത്. ഇല്ല. ഒന്നാമത് ആവശ്യത്തിൽ കൂടുതൽ. അപ്പൊ പക്ഷെ
ഞാൻ അറിഞ്ഞത് ഇത് ട്രാപ്പാണ്. പിന്നെ എവിടുന്നോ നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. മിക്കവാറും അവിടെ തന്നെ ആവും. മിക്കവാറും അവിടെ തന്നെ അല്ല ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. അത് ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും എന്താണ്ട് സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ലാന്ന് 100% എനിക്കറിയാം. എനിക്കും അറിയാം, ഞാൻ സംസാരിച്ച എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിലുള്ള ട്രാപ്പാണ്. പെട്ടെന്നൊന്നും ഊരിപ്പാരാൻ പറ്റുന്ന ട്രാപ്പുമല്ല അത്. ഇത് പെട്ടെന്നൊന്നും ഊരിപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. അയ്യോ, ഇനിയിപ്പോ എങ്ങനെ കോണ്ടാക്ട് ചെയ്യോ? അറിയില്ല. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങിയിരിക്കും. ഈ സുനിയില്ലേ, പൾസർ സുനി എണ്ണയും ലോകം കണ്ട കളഞ്ഞ എവനെയൊക്കെ പോലുള്ളമാരെ സത്യം പറഞ്ഞാൽ എൻകൗണ്ടർ ചെയ്ത് കളയണം. എന്തിനാണ് വെച്ച് ഉറപ്പിക്കുന്നത്? അങ്ങനെ 20 വർഷമാണ് ഞാൻ ഒന്നും പറയണില്ല. അതിൽ 8 വർഷം വെട്ടി കുറച്ചു പോലെ. സൂപ്പർ സറാഷ്. വല്ലാത്ത അവസ്ഥ കേട്ടോ, വല്ലാത്ത അവസ്ഥ. ഇതിന്റെ പിന്നിൽ കളിക്കുന്നവന്മാർ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടികൊടുക്കാണ്ട്, ജനങ്ങളുടെ മുന്നിൽ വരാണ്ട്, ഒരു ഡൗട്ടും തോന്നാത്ത രീതിയിൽ നിന്ന് കളിക്കുക. കത്തട്ടങ്ങനെ കത്തട്ടെ. ഇനി പൾസർ സുനി സംസാരിച്ചിട്ടുള്ള ഒരു വോയിസ് കേട്ടേക്കാം. ഞാനൊന്ന് സംസാരിച്ച് ലൈവ് പങ്കെടുത്ത് മനസ്സിലായി. എന്നോട് ചോദിച്ചു പിന്നെ ഞാൻ മാറ്റിവിടാൻ നോക്കി, പറ്റില്ല. ആ ഒരു ഇതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഇന്നാണ് കാര്യം, സഹകരിച്ചേ പറ്റുള്ളൂ. ഇവര് പെട്ടെന്ന് ചോദിച്ചു. ഇവർക്ക് അറിയാം, 90% ഇവർക്ക് അറിയാം. ഇവരുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആളെ പറയരുതില്ല. ഇപ്പൊ നേരെ എന്ത് ചെയ്യും? അവിടെ വ്യത്യാസം വരുത്തും. പറഞ്ഞ മനസ്സിലായ? മാഡം പറഞ്ഞു. അത് തന്നെ, അത് പറഞ്ഞു. ദിലീപേട്ടന്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാനാണ് ഞാൻ മാറ്റിയത്. അപ്പൊ ആണ് പെണ്ണായി. അന്ന് ഞാൻ നല്ല രീതിയിൽ മറ്റേ കള്ളുപിടിക്കും. ഞാൻ 2-3 കോപ്പി ചെയ്തിട്ടുണ്ടായി. 2-3 കോപ്പി ചെയ്തിട്ട് ഓർമ്മ മിസ്സായാലും ഓർമ്മ അവിടെ കിട്ടണം. അതൊക്കെ ഓക്കെ. ഈ നാറിയാണ് പൾസർ സുനി. അവൻ പറയുന്ന വോയിസ് ആണ് നിങ്ങൾ ഈ കേട്ടത്. ഇനി ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. അതായത് അന്ന് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഓഫീസർ പറയുന്നതാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നടി ആക്രമിക്കപ്പെട്ടു എന്ന് എങ്ങനെയാണ് ഉറപ്പ് വരുത്തിയത്? ഉറപ്പ് വരുത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ലാലിന്റെ കുടുംബവും പറഞ്ഞു. ഈ ഒരു സെറ്റപ്പ് സാധനമാണ് അങ്ങേര് പറയുന്നത്. അപ്പം അന്ന് മെഡിക്കൽ ചെക്കപ്പ് നടന്നില്ലേ? അറിയില്ല. മെഡിക്കൽ ചെക്കപ്പ് നടന്നോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കിപ്പോഴും ഉറപ്പുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ പോലീസ് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ ഇപ്പൊ റിട്ടയർ ആയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഒരു വാർത്തയുടെ സോഴ്സിനെ കുറിച്ചൊരു ഡിസ്കഷൻ നമ്മൾ പുറത്ത് പരസ്യമായി നടത്താറില്ല. പക്ഷേ ഇവിടെ അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിക്കുന്നതുകൊണ്ടാണ്. നടി ആക്രമിച്ച കേസിൽ അന്ന് രാവിലെ 4-5 മണിയോടെ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഒരു കൺഫർമേഷന് വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കുകയും വിവരം കൃത്യമായി കൺഫർമേഷൻ തരികയും ചെയ്തു. അതിന് മുമ്പോ അതിന് ശേഷമോ അങ്ങനെ ഒരു വാർത്തയ്ക്ക് ഒരു സോഴ്സായിട്ട് എന്നോട് സഹകരിച്ചിട്ടില്ല. എന്താ അന്ന് അങ്ങനെ തോന്നിയത്? അതിന് പ്രധാനപ്പെട്ടത് അത് സെൻസേഷണൽ കേസ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ രാത്രി തലേദിവസം തന്നെ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. പക്ഷെ അനിൽ ഇങ്ങോട്ട് വിളിച്ച് ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും അത് പിന്നെ ശരിയല്ല, അല്ലെങ്കിൽ ഇതൊന്ന് പറയാനുള്ള ഇത് വന്നില്ല. കാരണം പ്രത്യേകിച്ചും ഇത് ജനവും പ്രത്യേക ചാനലുകാരെ അല്ല മീഡിയ ഇത് അറിയേണ്ട ഒരു കേസും കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം നടന്നു. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പിന്നെ അനിൽ തന്നെ പോയി കളക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൺഫർമേഷൻ തന്നു. ഇത് സംഭവം നടന്നു എന്നുള്ളത് ഇത് കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. അങ്ങനെ ഒരു ഇത് സംഭവം വന്നിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ നമുക്ക് ഏറ്റവും ഒഫീഷ്യലായ ഒരു കൺഫർമേഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് അത് ലോകത്തെ ആദ്യമായിട്ട് അറിയിക്കാനുള്ള നിയോഗം എനിക്കാണ് മനോരമയിലൂടെ അന്നുണ്ടായത്. അന്ന് പക്ഷേ യഥാർത്ഥത്തിൽ രാത്രി ഏതാണ്ട് 9-10 മണിയോടെ നടന്നു കഴിഞ്ഞിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആദ്യം വന്ന ഇൻഫർമേഷൻ എന്തായിരുന്നു? എനിക്ക് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നുണ്ടോ? അത് ഇങ്ങനെ ഒരു നടിയെ ഇങ്ങനെ ആക്രമിക്കുന്നു, പിന്നെ ആദ്യം ഈ പറഞ്ഞതിൻ്റെ കൊട്ടേഷൻ സംഘമാണെന്നുള്ള ഒരു ഇത് വന്നു. പക്ഷെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയനുസരിച്ച് പിന്നെ കാലത്താണ് അനിൽ വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് എൻ്റെ കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ എനിക്ക് അപ്പോൾ അന്നത്തെ ആ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച്
പിന്നെ അനിലുമായിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പോസ്റ്റാണ് ഞാൻ അന്ന് ഇരുന്നത്. വാർത്ത കൺഫേം ആണ്. തീർച്ചയായും നിങ്ങൾ അതിൻ്റെ പുറകെ വെക്കണം. തീർച്ചയായും അനിലത് പെട്ടെന്ന് തന്നെ അത് പിന്നെ മാധ്യമങ്ങൾക്ക് ജനത്തെ അറിയിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം അനിൽ ഏറ്റെടുത്തോളാൻ വേണ്ടി പറഞ്ഞത്. അതാണ് എനിക്ക് അന്നത്തെ ഒരു ഇതിനകത്ത് കൂടുതൽ അനിലുമായിട്ട് അതിന്റെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല. ഇൻഫർമേഷൻ ധാരാളമായിരുന്നു. അതിൽ കൺഫർമേഷൻ മാത്രമാണ്. അത് കിട്ടിയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ രാവിലെ 5 മണിക്ക് ഇറങ്ങുന്നതും പിന്നീട് ലോകം അറിയാനിടയാകുന്നതും ആ വഴിയിലാണ്. ഇതൊരു സെക്ഷൽ അസോൾട്ട് ആണ് എന്ന രാത്രി തന്നെ മനസ്സിലായിരുന്നോ? സെക്സ്വൽ അസോൾട്ട് എന്നല്ല ആദ്യം കിട്ടിയത്, ഒരു കിഡ്നാപ്പിംഗ് ആണ്. കിഡ്നാപ്പിങ്ങിനാണ് ആദ്യം കിട്ടുന്നതും. അത് പിന്നെയാണ് സെക്സ്വൽ അസോൾട്ട് എന്ന് ലോകം അറിയുന്നത്. ഈ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ ലാലിൻ്റെ വീട്ടിൽ വരുന്നു. ഉടൻ നമ്മുടെ സംവിധായകൻ ലാലിൻ്റെ വീട്ടിൽ വരുന്നു. ഉടൻ ലാല് വിളിച്ചു നമ്മുടെ അന്നത്തെ MLA വിജി തോമസ് സാറിനെ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ അന്നത്തെ കൊച്ചി കമ്മീഷണറെ അറിയിക്കുന്നു. അതൊക്കെ പിന്നെ അതിന് ശേഷമുള്ള ഇതിലാണ് ആ പെൺകുട്ടി ഈ ലാലിൻ്റെ അടുത്തും ലാലിൻ്റെ വൈഫിൻ്റെ അടുത്തുമാണ് ഇതിനകത്ത് ഒരു സെക്സ്വൽ അസാൾട്ട് ഉണ്ടായി എന്ന് പറയുന്നത്. അതുവരെ ഞങ്ങളും വിചാരിച്ചിരുന്നത് കിഡ്നാപ്പിംഗ് ആയിരുന്നു. ഏതോ കൊട്ടേഷൻ സംഘം കൊടുത്ത കിഡ്നാപ്പിംഗ്. പിന്നെയാണ് ബാക്കിയാണ് ഇപ്പോഴുള്ള പ്രതികളിലേക്കും മറ്റുമൊക്കെ ഒരു ഫേക്കായിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കിയാണ് ബാക്കിൽ ഒരു പിന്നെ ഇതുകൊണ്ട് ഇടിച്ച് ടെമ്പോ വാൻ കൊണ്ട് ഇടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കി അത് വെച്ച് അവിടെ ഒരു നാടകം കഴിച്ചു. അങ്ങനെ ആ കുട്ടിയെ ഇതിനകത്ത് പിടിച്ച് കയറ്റുന്നു. ഇതൊക്കെ പിന്നെ ഉള്ള ഉണ്ടാകുന്ന ഇത്ര ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു രാത്രി കൊണ്ട് നിങ്ങൾ കളക്ട് ചെയ്തിരുന്നു? രാത്രി കൊണ്ട് അത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. പക്ഷെ എനിക്കൊരു ഒരു കൺഫർമേഷൻ മാത്രമാണ് എനിക്ക് ആ സമയത്ത് തരുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് അനിലിന്റെ അടുത്താണ് ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം ആ പോസ്റ്റ് വന്നിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. രണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നുള്ളത് അനിൽ കൺഫർമേഷൻ തന്നു. അനിൽ ബാക്കി എൻ്റെ പുറകെ നിങ്ങളുടേതായ അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം സ്റ്റൈലിൽ അങ്ങ് പോയി. അപ്പം അത് യഥാർത്ഥത്തിൽ ഈ മീഡിയയ്ക്ക് മുമ്പിലും ഈ നമ്മുടെ സൊസൈറ്റിക്ക് മുമ്പിലും ആദ്യം എത്തിച്ചത് തീർച്ചയായിട്ടും അനിൽ. അനിലിനൊരു അപ്രീസിയേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും എൻ്റെ വക അപ്രീസിയേഷൻ ഉണ്ട്. കേട്ടല്ലോ, ഇതില് ലാലിന്റെ കുടുംബം പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനമാണ്. എനിക്ക് എവിടെയോ എന്തോ നല്ലോണം ചീഞ്ഞ് നാറുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്തോ ദൈവത്തിനറിയാം. ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നലെ മാറ്റം വന്നില്ലെന്ന് പറഞ്ഞാട്ടെ, ഇതെല്ലാം കൂടി ഇവരുടെ എല്ലാവരുടെയും ഗൂഢാലോചനയാണ്. സത്യം പറഞ്ഞാൽ അവനെ അന്വേഷിക്കണം. അവനെയും നല്ലപോലെ വാച്ച് ചെയ്ത് അവന്റെ വായിൽ നിന്നെല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതിന്റെ പിന്നാലെ തക്കതായ രീതിയിൽ അന്വേഷിക്കുക. ആര് കള്ളം കാണിച്ചാലും ആര് കപടം കാണിച്ചാലും എക്സ്പോസ് ആവണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനിയും അതേ പറയത്തുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.